ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ ഇന്ന് 7:07 ഒരു ടീസർ ഇറങ്ങുകയുണ്ടായി. KGF എന്നത് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ KGF മാതൃകയിൽ അല്ലെങ്കിൽ KGF ഓരോ ഫ്രെയിംസും അതുപോലെ തന്നെ ഒരു മലയാള സിനിമയിൽ വന്ന് കയറുകയുണ്ടായി. നമ്മൾ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ്റെ ടീസർ ഇതാണോ പ്രതീക്ഷിച്ചത്? മോഹൻലാൽ ഫാൻസ് പ്രതീക്ഷിച്ചത് ഇതാണോ? അല്ലെങ്കിൽ ഓരോ മലയാളികളും പ്രതീക്ഷിച്ച ഒരു ടീസർ ഇതാണോ? ഇതിനകത്ത് എന്താണുള്ളത്? ടീച്ചറാണ്, ഞാൻ സമ്മതിക്കുന്നു, നിങ്ങളെല്ലാവരും പറയുന്ന സത്യം തന്നെ. ഇതിനകത്ത് എന്ത് പുതുമയാണ്? ഇതിനകത്ത് ഓരോ KGF സലാറിലും ഒക്കെ കാണിച്ച ഓരോ സീനുകളെയും ഇതിനകത്ത് മോഡിഫൈ ചെയ്ത് വേറെ രീതിയിൽ കാണിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് എന്താണ് പൃഥ്വിരാജ് പുതുമ കൊണ്ടുവന്നിരിക്കുന്നത്? ടീച്ചറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സിനിമ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം, എനിക്ക് അഭിപ്രായം വേറെയാണ്. പക്ഷെ ഞാൻ ഈ ടീച്ചറിനെ കുറിച്ചാണ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചർ അതിഗംഭീരമായിട്ട് തോന്നിക്കാണും. അത് നിങ്ങൾ KGF ബാക്കിയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ നമുക്ക് KGF കിട്ടിയാലോ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു വലിയൊരു ടീച്ചറായിട്ട് തോന്നാം. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. ഞാനിത് ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ടീച്ചറാണ്. ഇത് ഇങ്ങനെ ഞാൻ വിചാരിച്ചത് ഒരു നല്ല രീതിയിൽ നമുക്ക് KGF ടീച്ചർ കണ്ടപ്പോൾ അതിനകത്തൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഫീൽ ഉണ്ടായിരുന്നു. നമുക്ക് വലിയ ഓവർ മാസമൊന്നും അല്ലെങ്കിലും അതിൻ്റെ അകത്തൊരു അമ്മ മകനോട് പറയുന്ന ഡയലോഗുകളും ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പടം കാണാൻ തോന്നും. ഇതിനകത്ത് ഇതൊരു ടീച്ചറാണ്, പക്ഷെ അതിനകത്ത് എന്തിരിക്കുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ കാണും. നിങ്ങൾ ചിലപ്പോൾ പറയും, അയ്യോ ഒത്തിരി മലയാളം കണ്ട ഏറ്റവും വലിയ ടീച്ചറാണ്. ശരിയാണ്, മലയാളം കണ്ട ഏറ്റവും വലിയ ടീച്ചർ, ഏറ്റവും നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ഒരു ടീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള സ്റ്റോറി നമുക്ക് മനസ്സിലാക്കി തരാത്തതാണെന്ന് എനിക്കറിഞ്ഞു. പക്ഷേ ഇതിനകത്തൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു KGF ലെവലിൽ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി എന്താകും, ഇതിൻ്റെ കഥ എന്താണ് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് കൂടുതലും ഞാൻ കേരളത്തിലെ വീഡിയോ ഇട്ടിരുന്നു. ഇതിനകത്ത് മലയാളത്തിനേക്കാളും കൂടുതൽ ഇംഗ്ലീഷും ഹിന്ദിയിലൊക്കെ ഉള്ള ഡയലോഗുകളാണ് കൂടുതൽ. താഴെ ചിലപ്പോൾ സബ് ടൈറ്റിൽ കാണുമായിരിക്കും. ഇതൊക്കെ വായിക്കാൻ ബാക്കിയുള്ള സാധാരണപ്പെട്ട മലയാളികൾക്ക് ഇതൊക്കെ ഈ സബ് ടൈറ്റിൽ വായിച്ച് സിനിമ കാണാൻ പറ്റുന്ന ആൾക്കാരാണോ? എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് ചോദിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ കാണുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾ അച്ഛനമ്മമാർ, നിങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മറ്റേ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഡയലോഗ് അടിക്കുന്നതിൻ്റെ താഴെ സബ് ടൈറ്റിൽ മലയാളം എഴുതി കാണിക്കുന്ന സിനിമ കാണാൻ പോവുമോ? എനിക്ക് തോന്നുന്നു ഈ ടീസർ കണ്ടിട്ട് തോന്നുന്ന ഒരു സിനിമയുടെ പകുതിയോളവും ഇതുപോലുള്ള ഹിന്ദി ഇംഗ്ലീഷ് ഡയലോഗുകളായിരിക്കും. ഹിന്ദി ഡയലോഗുകളായിരിക്കും കൂടുതൽ. കാരണം ഇത് അവിടെ നടക്കുന്ന കഥയാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു ലാംഗ്വേജിൽ, മലയാളം ലാംഗ്വേജിനകത്ത് ഇത് കൊണ്ടുവരുമെന്ന് എന്താ വെച്ചാൽ പാൻ ഇന്ത്യൻ ലെവൽ പിടിക്കാനെന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും മലയാള സിനിമയാണേ എന്ത് പാൻ ഇന്ത്യ ഉണ്ടാക്കിയാലും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? എനിക്കറിഞ്ഞൂടെ. എൻ്റെ അഭിപ്രായത്തിൽ ഈ ടീച്ചറിനകത്ത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഒരു ഫീലും കിട്ടിയിട്ടില്ല. ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ ടീച്ചർ നിങ്ങൾ കണ്ടല്ലോ, അതെടുത്ത് കണ്ടിട്ട് ഇതിൻ്റെ ടീച്ചറെടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഫീലാണ് നമുക്ക് ഇത് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന്. ടീച്ചറാണ്, അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ ഈ ടീച്ചറിനകത്ത് നിന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇവരുടെ PK രാംദാസിൻ്റെ ഒരു പ്രതിമയൊക്കെ അവിടെ അനാച്ഛാദനം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സർദാർ വല്ലഭായ് പട്ടേൽ അവിടെ ഇത്രയും വലിയ പ്രതിമയൊക്കെ വെച്ച് വെക്കുക. എനിക്ക് ചിരിയാണ് പറഞ്ഞത്. എന്തൊക്കെ ഒരു കുതിരയൊക്കെ കത്തി അങ്ങ് പോകുന്നു. ഇതിപ്പം നടക്കുന്ന കഥയായിരിക്കുമോ അതോ എത്ര കൊല്ലം മുമ്പ് നടന്ന കഥയാണെങ്കിലും KGF കാണിച്ചത് ഇങ്ങനെ കുതിരയൊന്നും കത്തിച്ച് വിടണായിട്ടൊന്നും KGF കാണിച്ചത് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കാലഘട്ടമല്ല കുതിരയെ കത്തിച്ച് വിടുന്ന കാലഘട്ടം. ഇത് സിനിമയിൽ കാണിക്കാൻ വേണ്ടി വന്നിട്ട് കുതിരയൊക്കെ കത്തിച്ച് വിട്ടേക്കാം, നമുക്ക് പൈസ അടച്ച് കിടക്കുകയല്ലേ, ഒരു കുതിരയെ കത്തിച്ച് വിട്ടേക്കാം എന്ന് പറഞ്ഞുള്ള സീനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ സിനിമ ഇറങ്ങിയിട്ടില്ല, സിനിമയ്ക്കകത്ത് എന്താ നടക്കുന്നത് എനിക്കറിഞ്ഞു. പക്ഷെ ഞാൻ ഈ ടീസർ കണ്ടിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടീസറിൽ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിലിടാം, തെറിവിളി ഒഴിച്ച്. കാരണം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയണം. അല്ലാതെ ഇതിനകത്ത് ഞാൻ ഒന്നും കൂട്ടി പറയുന്നില്ല. ഇതിനകത്ത് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സിനിമയിൽ ചിലപ്പോൾ ട്രെയിലർ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിനേക്കാളും മികച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ടീസർ അത്രയും പ്രതീക്ഷിച്ചതിന് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നന്ദി, നമസ്കാരം.